കുഴപ്പമില്ല. ഓ ഉണ്ടായിരുന്നു. ആ ഉള്ളായിരുന്നു. ആ പുതുമുഖങ്ങൾ നല്ലതായിരുന്നു. ആ അങ്ങനെ തന്നെ ഫാമിലിയായിട്ട് ഇഷ്ടപ്പെടും. കുഴപ്പമൊന്നും. എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് കുറച്ച് തമാശകൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അതൊഴിച്ചാൽ മറ്റ് പോസിറ്റീവുകൾ സത്യമായി എനിക്ക് എന്തൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി വർക്കാവാത്ത സിനിമയാണ്. അതൊരു കോർ കോൺസെപ്റ്റ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ രീതിയും എന്താ പറയുക, സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള സംഭവ വികാസങ്ങളും അത് നമ്മളൊരിക്കലും ഇപ്പോൾ പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ പേഴ്സണലി പടത്തിനോട് ക്യാരി ചെയ്തില്ല. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ പടം മോശമാണല്ലോ അല്ലെങ്കിൽ പടം കൊള്ളില്ലെന്നോ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. ഒരു പടത്തിനോട്, ഒരു പടമൊന്നല്ല, ഒരു ആർട്ട് ഫോമിനോട് നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. പേഴ്സണലി എനിക്ക് വർക്കായില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒപ്പീനിയൻ. പുള്ളി ഒരു നല്ല ആക്ടറാണ്, നല്ല പെർഫോമറാണ്, നല്ല ക്രിയേറ്ററാണ്, നല്ല മേക്കറാണ്. നമ്മളതെല്ലാം പലയിടത്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഗ്ലിംസസ് നമുക്ക് ഈ പടത്തിനകത്ത് കാണാം. അതല്ലാതെ ടേക്ക് അവേ എന്ന് പറയാൻ പടം ഒരു എന്താ പറയുക, എന്നെ തൃപ്തിപ്പെടുത്തിയില്ല എന്ന് എനിക്ക് തോന്നി. പേഴ്സണൽ ഒപ്പീനിയൻ. വീണ്ടും ഞാൻ പറയുന്നു പേഴ്സണൽ ഒപ്പീനിയൻ. ഒരുപാട് നായികമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, സൈനോരടക്കം. അതെ, എല്ലാവർക്കും ഒരു ക്യാരക്ടർ, ഒരു സ്പേസ് ഉണ്ടായിരുന്നോ അതോ നായികമാരെ കുത്തി നിറച്ചൊരു സിനിമയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായ ഒപ്പീനിയൻസാണ് ഈ വരുന്നതല്ല. പടത്തിൻ്റെ ഒരു കാമ്പുണ്ടാവും. ആ കാമ്പിനോട് ട്രാവൽ ചെയ്യിക്കാനാണ് ക്യാരക്ടേഴ്സ് ഉണ്ടാകുന്നത്. അവർ എങ്ങനെയാണോ അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ എന്തോ അത് കഥയെ സാധൂകരിക്കേണ്ട സാധനങ്ങളായിരിക്കും. അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ അല്ലാത്ത മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ രണ്ടും പറഞ്ഞു. ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് ഈ സിനിമയ്ക്ക്? നന്നായിട്ട് വന്നിട്ടുണ്ടോ? പ്ലസ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടോ ഈ ഒരു സിനിമയ്ക്ക്? ഞാൻ പറഞ്ഞില്ലേ, പേഴ്സൺ ടു പേഴ്സൺ വ്യക്തിപരമായ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒപ്പീനിയാണ്, ഒരാളുടെ മാത്രം സാധനമല്ല. ബ്രോയുടെ സിനിമ കണ്ടിറങ്ങി എന്നൊരു നിലയിൽ ഞാൻ ചോദിക്കുമോ, എങ്ങനെയായിരുന്നു? എനിക്ക് എന്താ എങ്ങനെ പറയും, അത് ലൈക്ക് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പെർഫോമൻസസ് ഐ സി ഓൾ ടുഗെദർ മൂവി എന്ന രീതിയിൽ അതിപ്പോൾ നന്നായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ പെർഫോമൻസ് എത്ര ഗംഭീരമാണെന്ന് പറഞ്ഞാലും കാര്യമില്ലാതെ നമ്മൾ എന്താ പറയുക, റോങ് ടൈമിൽ ഇറങ്ങിയ സിനിമകൾ പിന്നീട് നമ്മൾ അടിപൊളിയാവും നമ്മൾ കണ്ടിട്ടുണ്ട്. സെയിം ഒരു അബദ്ധം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പം ആ മൂവിയുടെ ഫേറ്റ്. ഇതങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോവാം, ശ്രദ്ധിക്കപ്പെടാതിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി വർക്കാവാത്ത സിനിമ ഐ വുഡൻ പ്രിഫർ ഇറ്റ്. എനിക്കത് പേഴ്സണലി വർക്കായില്ല. ഇത്തരം നിങ്ങൾ ഈ പറഞ്ഞ പോലൊരു റിവ്യൂ ആണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന റെസ്പോൺസ് ഇതിന് മുമ്പ് ഞാൻ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പടത്തിന് വരുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുമായിരുന്നു. വരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു. ഈ വിനീതൻ ആസ് എ മേക്കർ, ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ എനിക്ക് അതായത് ഇഷ്ടമാണ്. ഒരു യാതൊരുവിധ ഐഡിയ ഇല്ലാതെ ഞാൻ ആകെ ട്രെയിലർ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കണ്ട് നേരെ പടത്തിന് വന്നത്. പക്ഷെ സ്റ്റിൽ എനിക്കൊരു ഹൈ തന്നില്ല പടം. ആസ് എൻ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് തമാശകൾ വർക്കായി. ഞാനും ചിരിച്ചു, നന്നായിട്ട് ചിരിച്ചു. ഓഡിയൻസ് ഒരുപാട് ചിരിക്കുന്നുണ്ടായിരുന്നു, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സിറ്റുവേഷൻസ് അതിനകത്ത് വന്നു. പക്ഷേ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് എന്താണ് പുറത്ത് സംഭവിക്കുന്നതെന്ന് നമുക്കൊരു ഒരു കണക്ട് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ ട്രാവൽ ചെയ്യുന്നുള്ളൂ, ഓൾ ടുഗദർ പടം ട്രാവൽ ചെയ്യുന്നുള്ളൂ. ആ ട്രാവൽ സംഭവിച്ചില്ല, അതുകൊണ്ട് ഞാൻ നിരാശനാണ്. നല്ല സിനിമ, ചിരിച്ച് നമ്മളൊരു വഴിക്കാക്കും. ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ അടിപൊളി സിനിമ. എമോൻ്റെ സിനിമയല്ലേ, പുള്ളിയുടെ പഴയ സിനിമകൾ പോലെ ഒരു സാമൂഹിക വിമർശനം എല്ലാം കൂടെ ഉള്ള അതെ പുള്ളിയുടെ നമ്മുടെ ബാലൻ അതെല്ലാം എടുത്തിട്ടുള്ള വിഷയമാണ്. പക്ഷേ നല്ല രസം, സ്റ്റാർട്ടിങ് ടു എൻഡ് ചിരിച്ച് നമ്മളെല്ലാവരും കുടുകൂട്ട ചിരിപ്പിക്കുന്ന ഒരുപാട്. അതെ അതേപോലെ തന്നെ നല്ല രസമാണ്. എല്ലാവരും അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, അയാളുടെ അച്ഛനായിട്ട് അഭിനയിച്ച മറ്റേ നമ്മുടെ എന്നാത്താൻ കേസിലുള്ള ജഡ്ജി പുള്ളി, പിന്നെ എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യമുള്ള നല്ല രസമുള്ള സിനിമയാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഉണ്ട്, ഒരുപാട് പേര് അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. നല്ലൊരു സിനിമ, ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോമഡിയുള്ള സിറ്റുവേഷൻ കോമഡി അല്ലെങ്കിൽ വെബ് കോമഡി എല്ലാം ഉള്ള നല്ലൊരു ഫിലിം. സൈനോരയ്ക്ക് അത്ര കോമഡി ആയിട്ടുള്ളതല്ല, എന്നാലും സ്ത്രീ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു തുല്യ പ്രാധാന്യമുള്ള സിനിമയാണ്. പിന്നെ
അവിവാഹിതർക്ക് കണക്ട് ആവുന്ന സിനിമയാന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിവാഹിതം എന്ന് പറയുമ്പോൾ ഈ പുരനിറഞ്ഞിരിക്കുന്ന ആണുങ്ങൾക്ക് ഒക്കെ വളരെ കണക്ട് ചെയ്ത്, കാരണം ഇതെല്ലാം ശരിക്കും നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെ വളരെ ഒരു കോമിക്കായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ശ്രീനിവാസൻ മൂഡ് കോമഡിയൊക്കെ. അതെ അതെ, അതേ ടൈപ്പിൽ തന്നെയാണ് ഇതിൽ. പിന്നെ പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ്റെ കുറേ മാനറിസങ്ങളൊക്കെ പണ്ടത്തെ ശ്രീനിവാസൻ്റെ കുറേ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിലുള്ള അതേമാതിരിയാണ്. നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ചിരിച്ചു പറയാണ്ട് ഒരുപാട് ചിരിച്ച് നമുക്ക് വയറൊക്കെ ചില സമയം വേദനിച്ചു. അമ്മാതിരി കോമഡി ഉണ്ട് അതിൽ സിനിമ. അത്ര നല്ലൊരു മൂവിയാണ്. അതെ അതെ അതെ, അവരെല്ലാം സൂപ്പറായിട്ട് അടിപൊളി. നടിമാരെ കാണിച്ചിട്ടുള്ള അതായിരിക്കാം, പക്ഷേ അതൊന്നുമല്ല. ഇതിൽ ആ ഒരു സബ്ജക്റ്റാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിന് ചിരിച്ച് നമ്മൾ ആരും ഒരു മോശം പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ ഇറങ്ങില്ല. അത്രയും സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റും. അത്രയ്ക്ക് അതെ, യങ്സ്റ്റേഴ്സിൻ്റെ ലൈഫ്. അതെ, പിന്നെ കുറേ യാഥാസ്ഥിക ചിന്തയുള്ള ആൾക്കാരും ഇപ്പോഴത്തെ പുതിയ തമ്മിലുള്ള ആ ഒരു ഇതാണ് കാണിക്കുന്നത്. അതെ 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 അതെ, ആ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇയാൾ പുര നിറഞ്ഞ് നിൽക്കുന്ന ഒരാണായിട്ടാണ്. അപ്പം പുള്ളിയുടെ ആ ഒരു കുറേ കണ്ടീഷൻസ് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഒരു പുള്ളിയുടെ അച്ഛൻ ഒരു പാട്ട് പാടുന്നുണ്ട്, ഈ കല്യാണപ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന, അത് ആ കോമഡിയിലുണ്ട്. മറ്റേ ഈന്തപ്പഴ ജാതിക്ക ലേഹ്യം എന്നും പറഞ്ഞ അങ്ങനെ ഒരുപാട് രസിപ്പിക്കുന്ന കുറേ സീനുകളാണ്. നമ്മൾ ഓർത്തെടുത്ത് നമുക്ക് ചിരിക്കാം, വീട്ടിൽ ചെന്നാലും നമുക്ക് അത് ആലോചിച്ച് ചിരിക്കാൻ പറ്റും. കൂടുതൽ എടുത്ത് പറയുന്നത് നമുക്ക് 30 കഴിഞ്ഞ ആമ്പിളർ ഇപ്പോഴും കല്യാണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യം പറയുന്നത്. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ ചത്തു പോകും. നമ്മളൊരു ലൈഫ് സ്റ്റോറി തന്നെയാണോ ഈ പടം? ഒന്നും റിലേറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം. ആക്ച്വലി കോമഡി ഒന്നും വർക്കാവാത്ത കോമഡിച്ചാണ്. ഒരുപാട് നായികമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെ? ഇല്ല, ഒരു റോളും ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇല്ല, ഇവർക്ക് ചുമ്മാ വന്നു. ഇല്ല എനിക്ക് തോന്നുന്നില്ല. വിനീത് ശ്രീനിവാസന്റെ എനിക്കൊന്ന് വളരെ മോശം ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കോമഡി വർക്കൗട്ട് ആയില്ല. ഇല്ല, എനിക്ക് വർക്കൗട്ട് ആയില്ല. കോമഡി വർക്കൗട്ട് ആയില്ല. ഒരുപാട് നായികമാരുണ്ട്, പക്ഷേ ആർക്കും വലിയൊരു റോളൊന്നും ഇല്ല വലുതായിട്ട്. എല്ലാ അവസാനം ഒരു അവിയൽ പോലെ. അങ്ങനെ വലുതായിട്ട് ആൾക്കാർ കണക്ട് ആവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ റിലേറ്റഡ് ആണ്, പക്ഷേ പോരാ പടം.